മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. Throughout human life, the lifestyle changes. പഴയ തരത്തിലുള്ളതായ ഭവനത്തിലല്ല താമസിക്കുന്നത്. We are not dwelling in old kind of buildings. പണ്ടത്തെ പേരുള്ള വാഹനമല്ല ഉപയോഗിക്കുന്നത്. We are not using old type of vehicles. പണ്ടത്തെ തരത്തിലുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്. We are not putting on old type of garments. ഇതുപോലുള്ളതായ ഭക്ഷണമല്ല കഴിക്കുന്നത്. We don't take a food as in the case of old days. നമ്മുടെ വീടുകൾ പണിയുന്നതും വീട്ടിൽ ജീവിക്കുന്നതും ഒക്കെയും വളരെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. Even the construction of houses and dwelling there underwent a sea change. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് മാറ്റത്തിന് മനുഷ്യൻ തയ്യാറാകുന്നില്ല, അവന്റെ ജീവിതത്തിന് മാറ്റത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ള ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയാണ്. However, it is a sad phenomenon as to why man is not willing to undergo change. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നതായ വേളയിൽ when the gospel according to Lord Jesus Christ was preached, പലരും പറയാറുണ്ട്, എനിക്കിതെല്ലാം ശരിയെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റെ പഴയ മതത്തിൽ നിന്നും മാർഗത്തിൽ നിന്നും മാറുന്നത്, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതല്ലേ ശരി എന്ന് ചോദിക്കാറുണ്ട്. Many people often would say that all these things seem to be correct to my intellect. However, from my old tradition, from my religion, from the status, how can I make a quit? മറ്റു കാര്യങ്ങളെല്ലാം നീ മാറ്റം വരുത്തിയത് ആരോടും ചോദിച്ചിട്ടല്ല, നാട്ടുകാരോട് നോട്ടീസ് അടിച്ച് ചോദിച്ചിട്ടല്ല. എന്നാൽ ആത്മീയ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് മാറ്റത്തിന് തയ്യാറാകാത്തത്? With regard to the material things, you did not get the permission. You did not ask permission for anybody to undergo change. However, coming to the case of this particular spiritual angle, should you just advertise, notice that one and get permission? നിന്റെ വീട്ടിലെ ആട്ടുകല്ല് മാറ്റി നീ ഒരു ഗ്രൈൻഡർ മേടിച്ചു, നാട്ടുകാരോട് ചോദിച്ചോ? The grinding stone was exchanged in the place of a grinding machine. Did you get permission? നിന്റെ വീട്ടിൽ ഒരു പുതിയ ഫ്രിഡ്ജ് മേടിച്ചു, സ്വന്തക്കാരുടെ അനുവാദം മേടിച്ചോ? You bought a new fridge at home. Did you get the permission of relatives? മക്കൾ കഴിഞ്ഞ തവണ ധരിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ ഫാഷണബിളായ ഒരു ഉടുപ്പ് ഇപ്പോൾ ക്രിസ്തുമസ് പ്രമാണിച്ച് വാങ്ങിച്ചു കൊടുത്തു, അത് പോയി പള്ളിയിൽ അച്ഛന്റെയോ അല്ലെങ്കിൽ പൂജാരിയുടെയോ അനുവാദം മേടിച്ചോ? On the eve of Christmas, you bought a more fashionable garment to your children than the yesteryears. Did you get the permission of the priest at the church? പഴയ വള്ളിച്ചെരുപ്പ് കളഞ്ഞിട്ട് ഒന്നാം ഷൂസ് മേടിച്ചു, പള്ളിയിലുള്ളതായ ആളുകളെല്ലാം അനുവാദം ചോദിച്ചിട്ടാണോ? And you used the strap to chapel, you put them away, and now you put on the new shoes. Did you get the permission from the leaders? ഇങ്ങനെയുള്ള കാര്യത്തിന് സ്വന്തക്കാരുടെയോ പള്ളിക്കാരുടെയോ ആത്മീയ നേതാക്കന്മാരുടെ അനുവാദം ഒന്നും വാങ്ങിക്കാതെ ചെയ്തു. എന്നാൽ നീ ദൈവവചനപ്രകാരം ജീവിക്കണമെന്ന് പറയുമ്പോൾ പറയുകയാണ്, അതെങ്ങനാ എന്റെ പാരമ്പര്യമൊക്കെ എങ്ങനെയാ കളയുന്നതെന്ന്. With regard to such matters, you never get the permission of your friends, your relatives, in-laws, and even leaders of the church. However, coming to spiritual matters, you say, how can I quit my tradition and my orthodox ways of life? അറിയിപ്പ് പറയുന്നു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ല. The word of God says, new wine will not be poured into old സ്നേഹിത, bottle. നിനക്ക് ഒരു പുതിയ വീഞ്ഞ് കർത്താവിന്റെ കയ്യിലുണ്ട്, അത് നിനക്ക് തരാനുള്ളത് തന്നെയാണ്. Beloved friend, there is a new wine with our Lord. Its purpose is to give you. എന്നാൽ നീ പഴയ തുരുത്തിയായിരിക്കുന്നിടത്തോളം അത് നിനക്ക് തരാൻ കർത്താവിന് സാധ്യമല്ല എന്ന സ്നേഹത്തോട് നിനക്കൊരു താക്കീത് തരികയാണ്. With love, the Lord is giving you an admonishment that as long as you remain to be an old bottle, there's no question of being poured into you. നിന്റെ പഴയ വഴികളിലും പഴയ പാരമ്പര്യത്തിലും പഴയ ബന്ധത്തിലും പഴയ മാർഗത്തിലും പഴയ വിശ്വാസത്തിലും പഴയ അനുഷ്ഠാനങ്ങളിലും കഴിഞ്ഞുകൊള്ളുമ്പോൾ തന്നെ, while you are moving on in one vain conversation, old tradition, orthodox ways, rituals and solemnities of the past, ഈ പുതിയ വീഞ്ഞ് തരാൻ കഴിയുകയില്ല എന്ന് നിന്നോട് പറയുന്നത് കർത്താവിന് പ്രത്യേക വിരോധമുള്ളതുകൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട്. The Lord does not have any kind of personal animosity against you, whereby he says that old new wine will not be poured into old water, because he loves you. കർത്താവിന് കാരണം പറയുന്നുണ്ട്. The Lord specifies the reason പുതിയ also. വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ ആ തുരുത്തി പൊളിഞ്ഞു പോകും. The new wine is for the old bottle, that bottle will be burst. അതിനേക്കാൾ ഗുരുതരം ആ വീഞ്ഞും പാഴായി പോകും. The more dangerous is even the wine will be spilt. നീ ഒരു പഴയ മനുഷ്യനായിരിക്കുന്നിടത്തോളം ദൈവത്തിന് നിന്നോട് പുതുതായി ഒന്നും തരാൻ കഴിയില്ല. So long as you remain to be an old man, the Lord cannot provide anything fresh. ആകയാൽ നിന്റെ ജീവിതം ഒരു പുതിയ തിരുത്തി പോലെ മാറ്റപ്പെടണം. Therefore, your life must be translated as a new bottle. പഴയ തുരുത്തി എന്ന് പറയത്തക്ക വിധത്തിലുള്ള നിന്റെ പഴയ വഴികളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ നീ യേശുക്രിസ്തുവിന് വേണ്ടി വെടിയണം. Your old ways and styles of life, like the friendship and the style of life, must be completely eschewed for the sake of Lord Jesus Christ. ഇത് മറ്റൊന്നിനു വേണ്ടിയല്ല, സഭയോട് ചേരാനല്ല, മറ്റൊന്നിനു വേണ്ടിയല്ല, യേശുവിനെ നേടാൻ വേണ്ടി നീ പഴയ പാരമ്പര്യത്തോട് വിട പറയുക തന്നെ വേണം. This is done not for some other ulterior motive, in order to win Christ, in order to join Christ, in order to be prepared for the
coming of the Christ, you have to eschew your old ways. നിന്റെ പാരമ്പര്യം വെടിയുന്നതോ വേർപെടുന്നതോ നിനക്ക് വളരെ വേദനാജനകമായിരിക്കാം. എങ്കിലും നിനക്ക് വിശേഷിക്കപ്പെട്ടതായ ഒരു ഭാഗ്യമുണ്ട്. ക്രിസ്തുവിനെ നേടാം. അവന്റെ പുതിയ വീഞ്ഞ് നിന്റെ ഹൃദയത്തിലേക്ക് അവൻ പകർന്നു തരും. It is coming to the question of leaving the old traditional ways of life. If you are pointing to think, however, you not report the new wine in your new body, you have to eschew the same. തുരുത്തി മനുഷ്യ ഹൃദയത്തെ കാണിക്കുകയാണ്. This bottle typifies human heart. ഹൃദയം എന്നത് മനുഷ്യ സ്വഭാവങ്ങളുടെ ഒരു പ്രതീകമാണ്. Heart is an embodiment of human character. തുരുത്തി പുതുതാകണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം പുതുതാകണം, സ്വഭാവം പുതുതാകണമെന്ന്. Bottle must become new. That means your heart must be renewed, your nature must be new. ഇന്ന് വന്യമൃഗങ്ങളിൽ പോലും സ്വഭാവമാറ്റം കാണുന്ന ഒരു കാലമാണ്. Today is a time we can find it changes characteristically, even wild beasts. അടുത്ത കാലത്ത് പത്രത്തിൽ ഒരു പടം കണ്ടു. Recently, a picture appeared in a paper. പൂച്ചക്കുട്ടികള് നായ്ക്കുട്ടികളോടുകൂടെ ആ നായയുടെ പാല് കുടിക്കുന്നു, തള്ളപ്പട്ടിയുടെ പാല് കുടിക്കുന്നു. The kittens were feeding on from the dog. ഇപ്പൊ പണ്ടത്തെ കാലത്തൊന്നും അനുവദിക്കത്തില്ല. ഇപ്പം നായ്ക്കുട്ടിക്ക് പോലും മാറ്റം വന്നിരിക്കുകയാണ്. നായ്ക്ക് പോലും മാറ്റം വന്നിരിക്കുകയാണ്. Even dog, there was a change even with regard to even dog. ഇതിലും ആശ്ചര്യകരമായ കാര്യം പത്രത്തിൽ വായിച്ചു. Even more striking phenomenon I happened to read. എലിക്കുഞ്ഞുങ്ങള് പൂച്ചയുടെ പാല് കുടിക്കുന്നു. എന്തപ്പോ The mice had the milk of cat. ഇത് പത്രത്തിൽ പടസഹിതം വന്നതാണ്. With the photograph it was published in the paper. പൂച്ചയിലും തമ്മിലുള്ളതായ വിരോധം അത് എത്ര വലിയ വിരോധമാണ്. എന്നാൽ അതിനു പോലും സഹകരിക്കാൻ പറ്റും. Animosity is contrary to the law of nature. Even there is unity between. സ്നാനപ്പെട്ട അന്യഭാഷ പറഞ്ഞ വിശ്വാസിയെ നിനക്കെന്താ യോജിക്കാൻ കഴിയാത്തെ? The believer who got baptism and is the Holy Spirit of God, why you are not able to feel united? നീ എന്തിനാ പല കാരണങ്ങൾ പറഞ്ഞ് അവരോട് സഹകരിക്കരുത്, ഇവരോട് മിണ്ടരുത്, അങ്ങനെ പോകരുത്, നീ വെളിക്കെട്ടും തിരിക്കുന്ന എന്തിനാ? Telling some reasons you say that there should not be fellowship, kinship, intimacy and dealing with that person, and you are getting away. എത്ര അന്യഭാഷ പറഞ്ഞാലും പ്രവചിച്ചാലും ദർശനം കണ്ടാലും നിന്റെ ഈ സ്വഭാവം ഒന്നും മാറാത്ത എന്താ? Even you talk in unknown tongues, you have visions and revelations, you are prophesying, however there's no translation to a character. What is the reason? നമുക്ക് ഹൃദയത്തിനൊരു മാറ്റം വരുത്തി കളയാം. Let us undergo a great change at the heart. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരു പുതിയ തുരുത്തിയാക്കി തീർക്കാം. Let us convert our heart as a new bottle. അങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. This is something that we ourselves can do. എന്നെങ്കിലും പണ്ടേ സാധിക്കുമായിരുന്നു. And if that being so, we could have done earlier. ഹൃദയം മാറ്റി വയ്ക്കുവാൻ നമുക്ക് ആർക്കെങ്കിലും തന്നാതാൻ പറ്റുമോ? And we cannot do transplantation of the heart all by ourselves. ഹൃദയ ശസ്ത്രക്രിയ കണ്ടുപിടിച്ചതായ വിദഗ്ധനായ ഡോക്ടർ പോലും തന്റെ ഹൃദയം വേറൊരു ഡോക്ടറെ ഏൽപ്പിക്കേണ്ടി വരികയാണ്. Even the very doctor specialist who was the author of this heart transplantation, he had to give his heart to some other doctor. ഇതുപോലെ നമ്മുടെ ഹൃദയം നമുക്ക് മാറ്റാവതല്ല, അതൊരു നല്ല ഡോക്ടറുണ്ട്, അങ്ങോട്ട് കൊടുത്താൽ മതി. In the same way, we cannot transplant our hearts. There is a specialist. Let us hand over our heart to him. ശരീരത്തിലെ ഹൃദയം മാറ്റുന്ന അനേക ഡോക്ടർമാർ പരാജയപ്പെട്ടു. ഈ ഡോക്ടർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. Many so-called experts and doctors who attained failure in the transplantation of the human heart, however, there's no question of failure with this doctor. യേശുവാകുന്ന ഡോക്ടറുടെ കയ്യിൽ പഴയ ഹൃദയത്തെ കൊടുത്തവർക്കെല്ലാം പുതിയ ഹൃദയം അവൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. Whomsoever committed their old heart to Doctor Jesus Christ, and he had supplanted a new one. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? How many can say so? എന്റെ പഴയ ഹൃദയം അല്ലിപ്പിടെ, And I do not have my old heart now. എന്റെ പഴയ സ്വഭാവം അല്ലിപ്പിടെ, I do not have the old nature now. ഞാൻ തന്നെയും അത്ഭുതപ്പെടുകയാണ്, എനിക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ വന്നല്ലോ. Even I am surprised at the change of my own character. പൂർണ്ണമായി നന്നായി എന്ന് പറയുകയല്ല, എങ്കിലും ഇങ്ങനൊരു ഹൃദയമാറ്റം എന്റെ യേശുവാണ് എനിക്ക് തന്നതെന്ന് ഉറപ്പുള്ളവരെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ഹൃദയം മാറ്റിവെച്ചെങ്കിൽ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. Of course the heart has been exchanged, but a minor error still persists. അതിനെനിക്ക് മെഡിക്കൽ ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. അതായത് ശരീരത്തോട് അതൊന്ന് യോജിക്കാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ. I do not know the medical language that one that gets amalgamated to the body. കിഡ്നിയോ ഹാർട്ടോ എന്തെങ്കിലും മാറ്റിവെച്ചാൽ അത് ആ ശരീരത്തോട് പ്രവർത്തനങ്ങൾ യോജിച്ച് വരാൻ അല്പ സമയമെടുക്കും. When the plantation of kidney or heart is done, in order to get immune to the body, it will take time. അതുകൊണ്ടാണ് ചിലർ സ്നാനപ്പെട്ടവര്, എന്നാലും സ്നാനപ്പെട്ടതല്ലേ അവരങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? For some people, even after taking water baptism, they speak strangely. അഭിഷേകം പ്രാപിച്ചവരെ ഈ സ്വഭാവം ഇങ്ങനെ ശരിയാണോ? The anointed people, you anointed, whether this character is appreciable. സുവിശേഷ വേലക്കാരായിട്ട് പോലും ഇവരിങ്ങനെയൊക്കെയാണല്ലോ. Even after becoming the worker, their character is so strange. ക്ഷമിക്കണേ, ഹൃദയം മാറ്റിവെച്ചതേ ഉള്ളൂ, ശരീരം അഡ്ജസ്റ്റഡ് ആകാൻ അല്പ സമയം തരണം. Come on, please tolerate. This heart has been just transplanted. It will take time to get adjusted. കുറ്റം കണ്ടുപിടിക്കുന്നവരും കുറ്റം പറയുന്നവരും ക്ഷമിച്ചാട്ടെ. People who find fault with and accuse, just to forbear. ശസ്ത്രക്രിയ കഴിയുന്നേ ഉള്ളൂ, എല്ലാം ഒന്ന്
ഒന്ന് ശരീരമായിട്ട് യോജിപ്പാൻ അല്പ സമയം തന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം നന്നായിട്ട് മാറും. The surgery has just been over. In order to get immune and used, it will take some time. Please bear with her. ആകട്ടെ തുരുത്തി പുതുതാക്കിയാൽ എന്ത് ചെയ്യാം? If the bottle is new, what shall be done? യേശു പറയാണ്, ഞാൻ നിനക്ക് പുതിയ വീഞ്ഞ് തരാം. Jesus says, I shall give you new wine. ഈ വീഞ്ഞ് എന്നാൽ എന്തൊക്കെയാണ് അർത്ഥമാകുന്നത്? നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യം ഒന്നുകൂടെ അങ്ങ് പഠിക്കുക. This wine has got a wider spectrum of meanings. Although it is a familiar one, let us have a detailed മത്തായി analysis. 26, 27, 28 വാക്യങ്ങളിൽ Matthew's Gospel, chapter 26, verses 27 and 28. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പിരിയും മുമ്പ് അന്ത്യ പെസഹ ആചരിക്കുന്നതായ രാത്രിയിൽ, Before the departure of his disciples, when the last supper was observed, our Lord himself, പെസഹ അത്താഴത്തിനായി കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നതായ ആ ലഘുവായ ലഹരി കുറഞ്ഞ ആ പാനീയമായ വീഞ്ഞ് കയ്യിലെടുത്തിട്ട് Lord Jesus Christ, taking the less intoxicated wine that was kept for the purpose of last supper with regard to Passover, അവനതിനെ വാഴ്ത്തി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. he took it, he blessed and he gave to his disciples. എല്ലാവരും ഇത് വാങ്ങി കുടിപ്പീൻ. You just all take this and drink. ഇത് നിങ്ങൾക്ക് അനേകരുടെ പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. This is my blood of the New Testament, which is shed for many for the remission of sins. ഇവിടെ വീഞ്ഞ് യേശുവിന്റെ രക്തത്തിനൊരു നിഴലായി നിലകൊള്ളുന്നു. We understand this wine typifies the blood of നമ്മുടെ Jesus. ഹൃദയത്തെ പുതുതാക്കുവാനായി പുതിയ ദുരുത്തിയാക്കാനായി സമർപ്പിക്കുമെങ്കിൽ, If we commit our body, our heart to be renewed, യേശുവിന്റെ രക്തം അതിനെ സമ്പൂർണ്ണമായി the ശുദ്ധീകരിക്കും. blood of Jesus will absolutely cleanse it. യേശുവിന്റെ രക്തം ചെയ്യുന്ന കാര്യങ്ങൾ കുറഞ്ഞു ഒരു ഡസനെങ്കിലും പറയാനുണ്ട്. At least a dozen of things which can be done by the blood of Jesus Christ can be analyzed. അവന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. His blood cleanses us. അവന്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു. His blood justifies us. അവന്റെ രക്തം നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശന യോഗ്യത തരുന്നു. His blood gives us the worthiness for അവന്റെ entrance to അവന്റെ kingdom of രക്തത്താൽ God. നാം ദൈവമായി നിരപ്പ് പ്രാപിക്കുന്നു. By his blood we get reconciled to God. അവന്റെ രക്തത്താൽ നാം പിശാചിനെ ജയിക്കുന്നു. By his blood we overcome the devil. അവന്റെ രക്തത്താൽ നമുക്ക് നല്ല മനസ്സാക്ഷി ലഭിക്കുന്നു. By his blood we get a good conscience. ഇങ്ങനെ പറഞ്ഞ പോലെ രക്തത്തിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. Thus we can find all of the claims of the blood of Christ. ഇതെല്ലാം കിട്ടാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. In order to possess all these things, simply do one thing. ഒരു പുതിയ ദുരിതയാകാൻ ജീവിതവും ഹൃദയം സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ. If you surrender, commit to body and heart to become a new bottle, that will do. അതാണ് വീഞ്ഞ് കാണിക്കുന്നത്. That is what wine speaks here. ഈ വീഞ്ഞിൽ ഈ രക്തത്തിൽ വേണം നമ്മുടെ ജീവിതം ശുദ്ധിയാകുവാൻ. It is in this wine, in this blood, our life should be sanctified. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ, That's why coming to the book of Revelation, the 22nd chapter, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, coming to verse number 14, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കിടക്കേണ്ടതിനും മലയാളത്തിൽ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. that they may have right to the tree of life. They may enter in through the gates into the city. And in English, those who follow the commandments of God are blessed. അതെ, മലയാളത്തിൽ വസ്ത്രം അലക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In Malayalam we read, you have to cleanse your garment. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of this? നമ്മുടെ ജീവിത വസ്ത്രം അത് ശുദ്ധിയുള്ളതായി മാറണം. The garment of life should become pure. നമ്മുടെ ജീവിത വസ്ത്രം ശുദ്ധിയുള്ളതായി തീരണമെങ്കിൽ The garment of life is to become pure. അത് നന്നായി അലക്കി വെളുപ്പിക്കണം. That must be rinsed and washed. എവിടെ അലക്കിയാണെന്ന് വെളുക്കുന്നത്? Where it is washed, it will become pure. 7-ാം അധ്യായത്തിന്റെ Coming to 7th chapter, 14-ാമത്തെ വാക്യത്തിൽ, the 14th verse, കുഞ്ഞാട് രക്തത്തിൽ തങ്ങൾ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. and these are the people, they made the white in the blood of the lamb. അപ്പോൾ യേശുവിന്റെ രക്തത്തിൽ വേണം നമ്മുടെ ജീവിത വസ്ത്രം വെണ്മയാകുവാൻ. It is the blood of Jesus Christ. Our garment of life should be washed and become white. അതെ, അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ വാക്യത്തിൽ, If we come in Genesis chapter 41 verse number 11, അവൻ തന്നെ വസ്ത്രം ദ്രാക്ഷാരസത്തിൽ മുക്കുന്നു എന്നാണ്. we read that he is plunging, immersing his garment in the wine. വസ്ത്രം അത് വീഞ്ഞിൽ മുക്കുന്നു. This wine, he just dips his robe in the wine. എന്തിനു വേണ്ടിയാണ്? What for? അത് ശുദ്ധിയാകുവാൻ, That it might become അതിന് pure. പുതിയ ഒരു നിറവും ഭാവവും കൈവരുവാൻ. It will make a new posture and structure. ഇതുപോലെ നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അലക്കുമ്പോൾ അതിനാൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. Same way, as we wash our life in the blood of Jesus Christ, that becomes pure and white. ഈ അനുഭവം ലഭിക്കണമെങ്കിൽ നാം ഹൃദയത്തെ പുതുക്കണം. In order to inherit this experience, we have to renew our heart. യേശുവിൻ വീഞ്ഞ എന്ന് പറയുന്നത്
വീഞ്ഞെന്നത് Wine refers to, യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു നിഴലാണ്. further it typifies the love of Jesus. ഉത്തമഗീതം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ശൂലേമി പറയുന്നതാണ് ശ്രദ്ധിക്കുക. Song of Solomon, the 2nd verse of 1st chapter, noteworthy are the words of Sunamite. ഇല്ല, നിന്റെ വീഞ്ഞ അല്ലെ, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ ശ്ലാഘ്യമേറിയത് എന്നാണ്. Thy love is better than wine. അപ്പോൾ വീഞ്ഞിനെ അവിടെ സ്നേഹത്തോട് ഉപമിച്ചിരിക്കുകയാണ്. Their love is compared to wine. അതിന്റെ 2-ാമത്തെ വാക്യം, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. Thy love is better than wine. വീഞ്ഞിനേക്കാൾ രസകരം. രസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പോയി ബെറ്റർ എന്നുള്ള വാക്കാണ് നല്ലത്. വീഞ്ഞിനേക്കാൾ നല്ലതാണ്. It is, love is better than wine. ഇത് യേശുവിന്റെ സ്നേഹത്തെ കാണിക്കുന്നു. This synchronizes the love of Jesus. ഈ ഗ്രന്ഥത്തിൽ മുഴുവനും മണവാളന്റെ സ്നേഹത്തെ മണവാട്ടി വർണ്ണിക്കുന്നുണ്ട്. And also this book we understand the love of the beloved is described by the bride. നമുക്ക് വേണ്ടി സ്വർഗ്ഗമഹിമയിൽ വെടിഞ്ഞായി താണലോകത്തിൽ വന്ന സകല പാടും കഷ്ടം നമുക്ക് വേണ്ടി അനുഭവിച്ച് രക്തം ചൊരിയുവാൻ തക്കവണ്ണം നമ്മോട് കാണിച്ച നമ്മുടെ പ്രാണപ്രിയന്റെ സ്നേഹം. Great is the love of the beloved Master, who uptaken to heavenly glory came down to the humiliated earth, and he has sacrificed his blood that we may become pure. കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിയാനായി നമ്മളോട് പ്രദർശിപ്പിച്ചതായ സ്നേഹം. It is a love that is manifested on the cross of Calvary, with which he wanted to love നമ്മുടെ us. ഹൃദയം പുതിയ തുരുത്തിയാക്കി മാറ്റുമ്പോൾ ആ യേശുവിന്റെ സ്നേഹത്താൽ അവൻ നമ്മളെ നിറയ്ക്കും. As our heart is converted to a new bottle, he will fill our heart with the new wine ആ of love. കാൽവരി സ്നേഹത്താൽ അവൻ നമ്മളെ നിറയ്ക്കും. He will fill us with the love of Calvary. ആ കാൽവരി സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? What is the speciality of the love on Calvary? അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. That is something that will bring forth total changes to our life. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ മനുഷ്യരെ അല്ല. Once that love comes to our heart, we are no more the old personality. നമ്മുടെ ചിന്തകൾക്കും മനോഭാവങ്ങൾക്കും വാക്കുകൾക്കും നിലപാടുകൾക്കും എല്ലാം ഒരു വ്യത്യാസം വരികയാണ്. Our thought, temperament, action, movement, everything undergoes massive changes. അതെ, ഈ സ്നേഹമാകുന്ന വീഞ്ഞ് നമ്മളിലേക്ക് വരണമെങ്കിൽ നാം ഒരു പുതിയ തുരുത്തിയായി മാറണം. If this wine of love is to come to our heart must become a new bottle. യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടാതിരിക്കുന്നതിന് കാരണം, what is the reason that we are not able to be filled with the love of God? കാൽവരി സ്നേഹം ഹൃദയത്തിലേക്ക് വരാതിരിക്കുന്നതിന് കാരണം, the reason the love of Calvary doesn't come to our heart. തങ്ങളത്തിന് പുതിയ തുരുത്തിയായി ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. So far we haven't come ourselves to be the new bottle. കർത്താവിന്റെ കരത്തിലേക്ക് കർത്താവേ എന്നെ പുതുക്കണമേ എന്ന് അപേക്ഷിച്ച് സമർപ്പിച്ചിട്ടില്ല. We haven't submitted and handed our hearts to the hands of God, saying, "Oh Lord, renew me." എന്റെ ഹൃദയത്തെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് ആ ഡോക്ടറുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. We haven't surrendered our heart to the hands of that physician, saying, "Oh Lord, make the transplantation." നമ്മുടെ ഹൃദയം പുതിയ തുരുത്തിയായാൽ തീർച്ചയായും യേശുവിന്റെ സ്നേഹത്താൽ ആ ഹൃദയം നിറയപ്പെടും. Once our heart becomes a new bottle, assuredly that will be filled with the new wine, which is the love of Christ. ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി ജീവനം കൊടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകും. When that love comes to our heart, we will have the preparedness to pour out our life for Christ. ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി എന്ത് സഹിപ്പാനുള്ളതായ സന്നദ്ധത നമുക്കുണ്ടാകും. Once that love comes to our heart, we will have the daring to undergo anything for Christ. ആ സ്നേഹത്തിൽ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി ലോകത്തിൽ എല്ലാം പഠിയാനുള്ളതായ തയ്യാറെടുപ്പ് നമുക്കുണ്ടാകും. Once that love comes to our heart for the sake of Jesus Christ, we will be prepared to undergo any change or forsake anything for the Lord. ലോകത്തിലേക്ക് ഒന്നുമില്ലാതായി തീർന്നാൽ യേശു മാത്രം മതി എന്ന് പറയത്തക്കവണ്ണം ആ സ്നേഹം ഒരു മനുഷ്യനെ ഒരു പ്രത്യേകമായ ആത്മീയ ഉന്മത്തതയിൽ കൊണ്ടുപോയി എത്തിക്കും. That love will bring a man to a spiritual pinnacle whereby this person will say that even though I lose everything in this world, the love of Christ alone will do. വീഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിന്റെ ഒരു നിഴലാണ്. Further, this wine typifies the joy of the Holy Spirit. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ, Acts the Apostles chapter 2 verses 11 to 13. അതെ, അവിടെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടതായി നാം കാണുന്നു. We understand on the day of Pentecost, this was shed abroad. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായ അന്യഭാഷകൾ സംസാരിച്ചു. They got filled with the Spirit of God and spoke in tongues. ആത്മനിറവിന്റെ അന്യഭാഷയുടെ ശബ്ദം ബഹുദൂരം കേട്ടു. So the voice unknown tongues and the spirit that was audible to far off place. വിവിധ ഭാഷക്കാരായ ആളുകൾ അവിടെ കൂടി വന്നു. People different tongues assembled there. അവരെന്താണ് തമ്മിൽ പറയുന്നത്? And what do they say one another? 13-ാമത്തെ വാക്യത്തിൽ 13th verse. ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറയുക. These men are full of new wine. ഇവര് വീഞ്ഞു കുടിച്ചിരിക്കുന്നു. These men are full of new wine. അഥവാ
അവരുടെ എല്ലാ ലക്ഷണങ്ങളും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരെ പോലെ തന്നെ. In other words, all these activities manifest as if these people had been intoxicated. എന്നാൽ അവരാരെങ്കിലും വീഞ്ഞു കുടിച്ചുവോ? Did anyone drink wine? വീഞ്ഞ് കുടിച്ചവർക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലൂടെ. It is by the joy of the Holy Spirit of God they arrived at a situation whereby as if they had drunk. 15-ാം വാക്യത്തിൽ പത്രോസ് അതിന് നല്ലൊരു മറുപടി കൊടുത്തു. Coming to 15th verse, Peter extends his നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. These are not drunken as you suppose. ഈ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകനിലൂടെ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. If you ask what is this experience, this is a promise of the Holy Spirit that the Lord God prophesied unto the prophet. ചുരുക്കത്തിൽ ഹൃദയം പുതുതുരുത്തിയാകാനായി സമർപ്പിച്ചാൽ ദൈവം നിന്നെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ നിറയ്ക്കും. In other words, if you commit your heart to be the new bottle, the Lord shall fill it with the joy in the Holy Ghost. അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി ആയിരുന്നാൽ കൂടെയും Even though you have been anointed, നിന്റെ ഹൃദയം പഴയതായാൽ നിനക്ക് ദൈവത്തിൽ വന്നാൽ സന്തോഷിക്കാൻ കഴിയില്ല. if your bottle, if your heart is old, if you come to the presence of God, you cannot rejoice in the Spirit. പണ്ടോ അഭിഷേകം പ്രാപിച്ചു എന്ന് കൈ ഉയർത്താൻ മാത്രം കഴിയുമെന്നല്ലാതെ It is true that you received the Holy Spirit days ago, you can lift the hands accordingly. ദൈവസന്നിധി എല്ലാം സന്തോഷിപ്പാൻ കഴിയാത്ത നിലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണപ്പെടും. You will be bound to the Spirit whereby you cannot rejoice in the Spirit in the presence of God. എന്നാൽ ഓരോ നിമിഷവും നിന്റെ ഹൃദയത്തെ പുതുതാക്കാനായി സമർപ്പിച്ചുകൊണ്ടിരുന്നാൽ ആത്മസന്തോഷത്തിൽ എപ്പോഴും കാണപ്പെടും. But you keep on surrendering your life to be renewed every moment you shall be rejoicing in the Spirit. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെയും 20-ാം നൂറ്റാണ്ടിലും പെന്തക്കോസ്ത് മാർഗ്ഗത്തിന് ആരംഭകാല വിശ്വാസികളുടെയും പ്രധാനമായ ലക്ഷണം എന്തായിരുന്നു ചോദിച്ചാൽ, importantly, what are the signs of believers of the first century and the beginning of the 20th century Pentecostal people? അവർ നിരന്തരമായി ആത്മനിറവിന് സന്തോഷത്തിൽ കാണപ്പെട്ടു. Permanently they were abiding in the fullness of the Spirit. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, എന്തിന് ഉറങ്ങുമ്പോൾ അവർ ആത്മാവിൽ ഒരു അന്യഭാഷ പറയുകയും It ചെയ്യുമായിരുന്നു. is not simply they were watchful, even while asleep they would talk in unknown tongues. കൺവെൻഷനൊക്കെ പോയാൽ ആളുകളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് സ്ഥലമില്ലാത്ത അടുത്തടുത്താ കിടക്കുന്നു. During convention, due to the shortage of places, people would sleep together. രാത്രിയിൽ ഇടയ്ക്കൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ കാലാടെങ്കിലും ദേഹത്ത് ഉറങ്ങിക്കിടക്കുന്ന ദേഹത്ത് മുട്ടിയാൽ During the night time, somebody passes by, suppose like dashes against someone else, ഉടനെ ചാടി എഴുന്നേറ്റ് അന്യഭാഷ പറയാൻ തുടങ്ങും. all of us they will just get up and start and talking unknown tongues. ഇന്നാണെങ്കിൽ എഴുന്നേറ്റ് എന്തോ പറയുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. But today we can guess what shall be the response of such people. അവർ വിശ്വാസികൾ ഉറങ്ങുമ്പോഴും ആത്മാവിന് സന്തോഷത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദേഹത്ത് വല്ല മുട്ടിച്ചാടിയിരുന്നാൽ അന്യഭാഷയെ പറയത്തുള്ളൂ, വേറൊരു ഭാഷയും പറയത്തില്ല. Here by the time of their sleep, they are full of the Spirit of God. So unexpectedly they get up, they talk in tongues. ഹൃദയം പുതിയതുരുത്തിയായിരുന്നാൽ ഈ അനുഭവത്തിൽ കാക്കപ്പെടും. If the heart is a new bottle, this experience will be poured into you. എഫേസ്യർ 5:18-19 വാക്യങ്ങളിൽ Coming to Ephesians chapter 5 verses 18 and പൗലോസ് 19. എന്നാണ് പറയുന്നത്, What does Paul say? വീഞ്ഞു കുടിച്ച് മാത്രമാകരുത്. Do not drink wine and be spree. അതിന് പകരം ഒരു കാര്യം പറയാം. Instead something is given. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങൾ നിറഞ്ഞു കാണപ്പെടുമ്പോൾ സ്തുതി സ്തോത്രത്തിൽ കാണപ്പെടണം. Therefore ye must be filled with the psalms and hymns and spiritual songs, sing and make melody in your heart to the Lord. ആത്മാവിന്റെ നിറവ് അത് വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനേക്കാൾ വിശേഷിക്കപ്പെട്ട ഒരു സന്തോഷമാണ്. That fullness of the Spirit is far greater than the experience of drinking wine and being spree. സക്കറിയ 10:7 വായിക്കുമ്പോൾ In Zechariah chapter 10 the 7th verse says, ഹൃദയം വീഞ്ഞുകൊണ്ട് എന്ന പോലെ സന്തോഷിക്കും. the heart must rejoice as drunk is heaven had. ഹൃദയം പുതിയതുരുത്തിയായി തീർന്നാൽ മാത്രമേ ഈ അനുഭവം ലഭ്യമാകുകയുള്ളൂ. When the heart becomes a new bottle only, you can possess these experiences. വീഞ്ഞ ദൈവവചനത്തിന്റെ പ്രത്യാശ കാണിക്കുകയാണ്. Again this one speaks about the hope of the word of God. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ Jeremiah chapter 23 the 50th verse, അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തം ഞാൻ മത്തനായവനെ പോലെ ആയിരിക്കുന്നുവെന്ന്. because it's the holy word I have become spree. അതെ, വിശുദ്ധ വചനങ്ങൾ നിമിത്തം മത്തനായതുപോലെ ആയിത്തീരുന്നു. Because the holy word of God he is like drunken. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് ഈ അനുഭവമുണ്ട്? But it's in of God, how many of you have this experience? ദൈവവചനം വായിക്കുമ്പോൾ വീഞ്ഞു കുടിക്കുന്ന സന്തോഷം പോലെ ഒരു സന്തോഷം നിനക്ക് ഉണ്ടാകുന്നുണ്ടോ? As you read the word of God, do you undergo the joy as if you drink wine? ഒരാൾ സ്ട്രോങ് വൈൻ ലഹരിയുള്ളതായ വീഞ്ഞു കുടിച്ചാൽ Once the person have the strong wine, അവൻ വലിയ സന്തോഷത്തിലാണ്. they undergo greater
joy. അവന്റെ തലച്ചോറിൽ ലഹരി പിടിച്ചിട്ട് അവന് പുറമേ ഉള്ളതും ചുറ്റുപാടുകളെല്ലാം മറന്ന് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അവന്റെ മനസ്സ്. That touches his brain. He forgets the circumstances, surroundings. He is in a completely different atmosphere. ആത്മാവ് നിറഞ്ഞ മനുഷ്യർ അതുപോലെ തന്നെയാണ്, എല്ലാം മറന്നു പോവുകയാണ്. The same is with the man who gets into the Spirit of God. He forgets even the surroundings. പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗമുണ്ട്, ബലഹീനതയുണ്ട്, വേദനയുണ്ട്. ആത്മാവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു നിമിഷത്തേക്ക് മറക്കും. Problems are there, despair is there, frustration is there, agony is there, pain is there. However, as he gets into the Spirit of God, he forgets everything. വിശുദ്ധ വചന നിമിത്തം ഈ അനുഭവം നാം എത്തിച്ചേരാൻ കഴിയും. Because of the holy word of God, we will be able to arrive at such an experience. ദൈവത്തിന്റെ വചനത്തെ ആർത്തിയോടെ വായിച്ച അതിന്റെ സന്തോഷം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും. With a great thirst and hunger, if we have the word of God, we move deeper into the same experience, we will forget all other things. ദൈവവചനത്തിൽ ഞാൻ ബൈബിൾ വാക്യം വായിച്ച് ഒരു വാക്കിനെ പ്രതി ചിന്തിച്ച് മണിക്കൂറുകൾ പോയിട്ടുണ്ട്. Reading passage of scripture, thinking just one word, I spend hours together. കാരണം വീഞ്ഞു കുടിച്ച് മത്തനായതുപോലെ അനുഭവമായി പോയി. Because that experience like taking the wine and drunken. ആ വചനം എന്ന സന്തോഷം എത്ര വലുത്. That wine which is a one, how great it is. ആ വചനമുള്ള വാക്യ പ്രത്യാശ എത്ര വലുത്. The hope created with that word is great. 119 സങ്കീർത്തനം 147 വാക്യത്തിൽ Psalm 119 verse 144. ആ വചന നിമിത്തമുള്ളതായ സന്തോഷത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. We understand the joy that is because of the word of ഓ God. വചനത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. As we meditate upon the word of God, there is a hope and joy. അതൊരു വീഞ്ഞു കൊണ്ടെന്ന പോലുള്ള ഒരു അനുഭവത്തെ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. That is bringing in us an experience of wine. ലോക മനുഷ്യന് കിട്ടുകയില്ല. Worldly people cannot inherit this. ഹൃദയം പഴയതായിരുന്നാൽ ലഭിക്കുകയില്ല. If your heart is old, you cannot have this. വേദപുസ്തകം വായന നമുക്കൊരു നോവൽ വായന പോലെ അനുഭവപ്പെടുകയുള്ളൂ. The Bible reading will seem to us a novel reading. അല്പം നേരം വായിക്കുമ്പോൾ നിനക്ക് ക്ഷീണവും ഉറക്കവും മയക്കവും ഒക്കെ വന്നു പോകും. Read for a short while, you will become very vexed and sleepy. അല്ല, വായിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ വായിച്ചതാണല്ലോ എന്ന ചിന്തയിൽ നിർത്തിക്കളയുകയാണ്. You will have the feeling that this passage I have already read. You will stop it. ഈ വാക്യമൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. You have a thought that this is known to me. എന്നാൽ യഥാർത്ഥ അനുഭവം എന്താണ്? But what is the real experience? ദൈവവചനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. There is a categorically special experience for the word of God. 1000 പ്രാവശ്യം വായിച്ച വാക്യമാണെങ്കിലും, Even though that is said for 1,000 times, 1001ാമത് വായിക്കുമ്പോൾ അതൊരു പുതിയതായിട്ട് അനുഭവപ്പെടും. for the 1,001st time as you read, that will become a new experience. ആ വചനത്തിൽ കിട്ടുന്ന സന്തോഷവും പ്രത്യാശയും ഒന്നും വേറെ. Therefore the joy and the hope is thereby that's quite different. ധൈര്യവും ജീവനും ഒന്നും വേറെ. The boldness of life that is completely different. ആ വചനത്താൽ ഉണ്ടാകുന്ന വിശുദ്ധിയാണോ ഒന്നും വേറെ. The sanctification is by the word of God is completely. ആ വചനത്തിൽ മറഞ്ഞിടക്കുന്നത് കണ്ടെത്തുന്നതായ മർമ്മമൊന്നും വേറെ. The mystery that is excavated in that word of God is great. ആ വചനങ്ങളുള്ളതായ ഉപയോഗമൊന്നും വേറെ. The utility because that word is really powerful. ദൈവവചനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. That is exclusively of the word of God. നിനക്കത് കഴിയുന്നുണ്ടോ? Can you do this? കഴിയുന്നില്ല, നിന്റെ ഹൃദയം പുതുതാക്കണം. If not, renew your heart. നീ ഒരു പുതിയ തുരുത്തിയായി തീരണം. You must become a new bottle. അങ്ങനെ ദൈവത്തിന്റെ വചനമാകുന്ന പുതിയ വീഞ്ഞ് നിന്റെ ഹൃദയത്തിലേക്ക് അവൻ തരും. Thus he will supply the word of God which is a new one in your heart. ഒരു വാക്യം ഒരിക്കൽ പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ അതോടെ മടുത്തു. After listening to a message based on one portion of scripture, some people are tired of it. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ As I mentioned yesterday, ഒരു വാക്യം വായിക്കുമ്പോഴേ പുസ്തകം മടക്കി കഴിഞ്ഞു. after reading the key verse, people fold the Bible. ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ വാക്യം എടുത്ത് പ്രസംഗിച്ചതാ. Last February, based on the passage the pastor preached, അടച്ചു കഴിഞ്ഞു. it was folded. കാര്യം എന്താ? What is the reason? നിനക്കതിൽ നിന്ന് പുതുതായിട്ടൊന്ന് കേൾക്കുവാനുള്ള സന്നദ്ധതയില്ല. Because you are not prepared to listen to anything fresh from the passage. ഹൃദയം ആ ഫെബ്രുവരിയിലെ പോലെ പഴകി. ഫെബ്രുവരിയിൽ ഒരു തുരുത്തി എടുത്ത് വെച്ചാൽ ഇപ്പോഴത്തിന് എന്തായി തീരും? ആകെ പഴകി ഉണങ്ങി അത് പൂത്ത വല്ലാതിരിക്കുക. അതുപോലെ ഇരിക്കുക ഹൃദയം. Your heart is like that bottle that was kept last February, and that is completely fungus affected. ഈ തുരുത്തി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ തോല് കൊണ്ടുണ്ടാക്കുന്നതായിരുന്നു തുരുത്തികൾ. The bottle was some that was made with the skin in the former days. ഈ ലെതർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പഴകി അതങ്ങ് പൂത്ത വല്ലാതായി പോകും. As it is made with the leather, and that will be afflicted with the fungus. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇതിങ്ങനെ ഉണങ്ങി പൂത്തിരിക്കുക. പിന്നെ എങ്ങനെയായി വാക്യം കേട്ടാൽ പുതിയ അനുഭവം ഉണ്ടാകുന്നത്? Since last February you have been affected by the fungus. How can you be renewed? വിശ്വാസിയുടെ ഹൃദയം
ഓരോ ആഴ്ചയിലും ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരുന്നാൽ അവൻ വചനത്തിൽ നിന്ന് പുതിയ അനുഭവങ്ങളെ ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും. The heart of a believer is renewed every day and every week. The Lord shall give ആ you new വചനം wine. നൽകുന്ന പ്രത്യാശയൊന്നും വേറെയായിരിക്കും. The hope that is given by the word of God is something special. ആ വചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസമൊന്നും പുതുതായിരിക്കും. As we read that verse, as we listen to that one, the hope that is revolved, that is something great. വീഞ്ഞ് എന്നത് ദൈവരാജ്യത്താലും സുവിശേഷത്താലും ഉണ്ടാകുന്ന സകലവിധ അനുഗ്രഹങ്ങളെയും കാണിക്കും. Also, one speaks of all kinds of blessings which come by means of the gospel. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ Isaiah 55, the first verse says, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ, നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിച്ചു കൊള്ളുവീൻ. Oh, everyone that thirsteth, come ye to the waters. He that hath no money, come ye, buy, eat. Ye come buy wine and milk without money and without price. ഇതാണ് സുവിശേഷം. This is the gospel. ദൈവം സുവിശേഷത്തിലുള്ള മനുഷ്യനെ വിളിക്കുകയാണ്. Through gospel, the Lord is calling men. വരുവീൻ, Come. ദാഹിക്കുന്നവരെ വരുവീൻ, Thirsty, come. ഞാൻ നിങ്ങൾക്ക് വീഞ്ഞു തരാം. I shall give you wine. അതിന് വിലയൊന്നും വേണ്ട, സൗജന്യമായി തരാം. You need to offer a price. I shall give you freely. എന്താണ് ഈ വീഞ്ഞ്? What is this wine? ദൈവരാജ്യ സുവിശേഷത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. It is the blessings received by the gospel. സഭാപ്രസംഗ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ വായിച്ചാൽ Ecclesiastes chapter 9, the first 4 verses. അവിടെ ദൈവരാജ്യത്തിന് വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. You're able to read of the diverse kinds of experiences of the അവിടെ kingdom of God. ജ്ഞാനമായവൾ ഒരു വീട് പണിതു, Wisdom built a house. അതിന് 7 തൂണ് തീർത്തു, It has got 7 pillars. മൃഗത്തെ അറുത്തു, വീഞ്ഞ് കലക്കി, The beast was sacrificed and is offered. മേശയും ചമയിച്ചിരിക്കുന്നു. And even the temple was, the table was kept. അവൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? What does he say? 5-ാം വാക്യം 5th verse. വരുവീൻ, Come, എന്റെ അപ്പം തിന്നുകയും come eat my bread. ഞാൻ കലക്കി വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവീൻ. And you have the wine I can provide. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ. Your fools, return from your foolishness. വിവേകത്തിന് മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. Come into the ways of discernment. അവൾ പട്ടണമേടയിൽ നിന്ന് എല്ലാവരും വിളിക്കുകയാണ്. Sending out the corn of the city, she is making the invitation to all. ഇത് എന്തിനെ കാണിക്കുന്നു? What does it show? ആ വീട്, That house, 7 തൂണുള്ള വീട്, the house of the 7 pillars. മൃഗങ്ങളെ അറുത്ത് മേശ ചമയിച്ച് വീഞ്ഞ് കലക്കി, The animals are offered and the wine is prepared. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ കാണിക്കുകയാണ്. Takes the innumerable blessings of the kingdom of God. 7 തൂണ് സഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾക്ക് നിഴലാണ്. 7 pillars typify the 7 fundamental doctrines. ആ മേശ എന്ന് പറയുന്നത് അപ്പോസ്തലിക ശുശ്രൂഷയാൽ ലഭിക്കുന്ന എണ്ണമറ്റ വിശേഷിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ കാണിക്കുകയാണ്. Table speaks about the innumerable blessings one can receive by means of this apostolic fellowship. അതെ, ആ മൃഗത്തെ അറുത്തത് അവിടുത്തെ ആഴമേറിയ ഉപദേശ സത്യങ്ങളെ കാണിക്കുകയാണ്. Sacrifice of beast that speaks to the deepest doctrines. ആ വീഞ്ഞ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ളതായ അനവധി അനുഗ്രഹങ്ങളെ കാണിക്കുകയാണ്. The wine speaks of the diverse experience resulting from the Holy Spirit of God. ജ്ഞാനമായി വിളിക്കുകയാണ്, വരുവീൻ, ഞാൻ വീഞ്ഞ് കലക്കിയിരിക്കുന്നു, വന്ന് നിങ്ങൾ കുടിക്കുവീൻ. The call is given to you. You come freely. It is organized. You can have എന്നാൽ it. ഒരേ ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. There's only one condition. പുതിയ ദുരിത്യമായി വരണം. You have to come with a new bottle. ഇതെല്ലാം സൗജന്യമാണ്, പക്ഷേ പുതിയ ദുരിത്യമുള്ളവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. Everything is free, but you have the new bottle. Only can experience. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ Coming to the book of Esther, the first chapter. അവിടെ രാജാവ് ഒരു വലിയ വിരുന്ന് കഴിച്ചതായി കാണുന്നുണ്ട്. We understand that the king was making a great banquet. അവിടെ വിരുന്ന്, രാജകീയ വിരുന്നിന്റെ പ്രത്യേകത എന്തായിരുന്നു? What is important that majestic banquet? പല കാര്യങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ വീഞ്ഞായിരുന്നു അവിടുത്തെ പ്രത്യേകത. Many things were there. Among other things, this wine was something special. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ Coming to 7th verse. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളാണ് വീഞ്ഞ് കുടിക്കാൻ കൊടുത്തത്. Different kinds of golden vessels were used to drink this wine. രാജവീഞ്ഞ് രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളമായിരുന്നു. The royal wine, according to the majestic capacity, it was so pompous. മാത്രമല്ല കുടിക്കുന്ന ഒരു വിലക്കുമുണ്ടായിരുന്നില്ല. Plentifully, in abundance it was given. മനസ്സുപോലെ കുടിക്കാം, without any restriction. അപ്പോൾ തന്നെ നിർബന്ധം ഉണ്ടായിരുന്നില്ല. In wine, there was no compulsion. പ്രത്യേകം ദൈവസഭയിലേക്ക് നീ കടന്നു വന്നാൽ, when a person comes to the presence of God, നിനക്ക് വേണ്ടുപോലെ വീഞ്ഞു കുടിക്കാം. You can drink this wine as much as you can. നിനക്ക് വേണ്ടുപോലെ സന്തോഷിക്കാം. As much as you can rejoice in the Lord. വേണ്ടുപോലെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. As much as you can get the blessings of God. ഇത്ര
ഇത്രേ പാടുള്ളൊന്നും വിലക്കൊന്നുമില്ല. There's no restriction, there's no rationing. അപ്പോ തന്നെ നിർബന്ധവുമില്ല. Meantime, there's no persuasion. അയ്യോ, ഒരു അന്യഭാഷ പറഞ്ഞേ ഒക്കത്തുള്ളൂ, You must talk in ഒരു tongues. സാക്ഷ്യം പറഞ്ഞേ You ഒക്കുകയുള്ളൂ, must testify. നീ സന്തോഷിച്ചെങ്കിൽ എനിക്ക് ഉറക്കം വരികയുള്ളൂ. You must rejoice, otherwise no sleep. സന്തോഷിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല ഉറക്കം വരും. And even though you do not do, we will have sound ഉറങ്ങാൻ sleep. സമയം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. But the thing is only we do not find sufficient ആത്മീയ time കാര്യം to sleep. നിർബന്ധപ്രകാരം ഉണ്ടാകേണ്ടതല്ല. Spiritual things should not be informed by means of ഓ, compulsion. നീ രക്ഷിക്കപ്പെടുന്നു നിനക്ക് വേണ്ടി, And you get saved for you. നീ സ്നാനപ്പെടും നിനക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി, Baptism is to go to the kingdom of God. നീ അഭിഷേകം പ്രാപിക്കേണ്ടത് കർത്താവിനെ വരെ നീ കൈവിടപ്പെട്ട് നിലവിളിച്ച് നടക്കാതിരിക്കേണ്ടതിന് വേണ്ടി, Receive an hand in the end, even to be left behind at the coming of the Lord and running through crying. നീ ആത്മീയനായി ജീവിക്കേണ്ടത് സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാർ കൊടുത്ത് അവകാശം ലഭിക്കാൻ വേണ്ടി, You must lead a spiritual life, you not find the inheritance for the നീ heavenly. ആത്മാവ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് നിന്റെ ആത്മാവിന്റെ ശരീരത്തിന്റെ വിടുതലിന് വേണ്ടി, You must be filled with the Spirit of God, rejoice in the Lord for the deliverance of the soul and ആത്മാവിന്റെ body. ശക്തിയാൽ സന്തോഷം നിറയപ്പെടേണ്ടത് നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, You must be filled with the power of the Holy Spirit of God for the deliverance of the sicknesses of the body. അത്യന്ത ശക്തിയാൽ നിറയപ്പെടേണ്ടത് എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി, You must be filled with the exceeding power of heaven, whereby you'll be liberated from all the clutches of the devilish power. എല്ലാം നിന്റെ നന്മയ്ക്ക് നിർബന്ധമില്ല. It is for your edifice, അതെ, ഇത് not for compulsion. രാജകീയ വീഞ്ഞാണ്. It is a royal banquet. ഇത് സ്വർഗത്തിലെ സ്വർഗീയ രാജാവിന്റെ വീഞ്ഞ് വിരുന്നുശാലയാണ്. It is a banquet house organized by the King of Kings in heaven. സഭ എന്ന് പറയുന്നത് ഏതുമില്ലാന്ന് നിനക്ക് തോന്നരുത്. It is not simply that this church is nothing. ആരാധന ഏതുമില്ലാന്ന് തോന്നരുത്. The worship should not be any. ഇത് രാജകീയമായ വിരുന്നുശാലയാണ് ഇത്. It is a royal banquet house. നീ ഇത് വേണ്ടുവോളം അനുഭവിച്ചു കൊള്ളേണം. To the best possible level you can have this. അടുത്തതായിട്ട് ഈ വീഞ്ഞ് ജീവിതത്തെ പാനീയാകമാക്കുന്നതിനെ കാണിക്കുന്നു. In furtherance, this wine speaks of pouring out life as a drink offering. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൽ Coming to Numbers chapter 15. ഒരുവൻ ദൈവത്തിന് പാനീയാകം അർപ്പിക്കുന്നതായ വേളയിൽ When a person offers a drink offering to the Lord, 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ the 10th verse of the same chapter, അവൻ 9 മുതൽ വായിക്കുമ്പോൾ again for 9th verse, അവൻ അരഹീൻ വീഞ്ഞെടുത്തിട്ട് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണമെന്ന്. he should bring for a drink offering half an hin of wine as an offering made by fire. അരഹീൻ വീഞ്ഞ് പാനീയാകമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. As a sweet savor unto the Lord, he should take the half hin of wine and pour it. ഇതെന്തിനെ കാണിക്കുന്നു? What does it show? നമ്മുടെ ജീവിതം കർത്താവിന് പാനീയാകമായിട്ട് പകരുന്നതിനെ കാണിക്കുകയാണ്. That speaks experience of pouring our life as a drink offering to the Lord. പാനീയാഗത്തിന്റെ പ്രത്യേകത എന്താണ്? What is the importance of this drink offering? ബാക്കി ഏത് യാഗത്തിന് അല്പം ബാക്കി വരാറുണ്ട്. With regard to other offerings, remnant is there. പാപയാഗത്തിന്റെ മാംസം പോലും അത് അകൃത്യ അതിന്റെ പുരോഗതിനെ ഭക്ഷിക്കണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു. Even the remnant of the sin offering, the flesh of the sin offering, the priest should eat the balance. ഏത് യാഗത്തിന്റെ കൈക്കുറവും നെഞ്ചും പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. And the balance belonging to the priest and Levi. എന്നാൽ പാനീയാഗം തീയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ല. But once the drink offering is poured into the fire, nothing remains. അത് മുഴുവനും അത് എരിതിയിൽ ആവിയായി മാറിക്കഴിഞ്ഞു. സൗരഭ്യവാസന മാത്രം ബാക്കി. Then the thing becomes a vapor in that altar, only the savor remains. ഒരു വിശ്വാസി ഈ ലോകം വിട്ടു പോകുമ്പോൾ സൗരഭ്യവാസന മാത്രം ശേഷിപ്പിക്കത്തക്കവണ്ണം ജീവിക്കുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാൻ. When a believer leads a life that will become a sweet savor to others and departs from this world, he is the most blessed. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അവസാനിപ്പിക്കുമ്പോൾ എന്ത് ബാക്കി വയ്ക്കും? When we end up our life in Christ Jesus, what shall be the remnant? അനേക വിശ്വാസികളെയും അനേക ശുശ്രൂഷകരെയും അറിയാം. We know many believers and workers. അവർ കടന്നുപോയതിനു ശേഷം അവരുടെ ജീവിതത്തിന് സൗരഭ്യവാസന മാത്രം ബാക്കിയുണ്ട്. After their departing, only the sweet aroma remained. അവർ കർത്താവിന് വേണ്ടി ചെയ്ത അധ്വാനത്തിന്റെ ഫലം. It is a consequence, the result of the great labor they did for the Lord. അവരുടെ ദിവ്യ സ്വഭാവങ്ങൾ, their divine characteristics, അവരുടെ ശുശ്രൂഷയുടെ മഹാത്മ്യം, the excellency of their ministry, മറ്റുള്ളവർക്ക് പിൻപറ്റുവാൻ കൊള്ളാവുന്ന നല്ല
ഉത്തമ മാതൃകകൾ, the exemplary models which others can follow, അവര് പറഞ്ഞ വാക്കുകൾ, their own pronouncements, അവരുടെ പ്രവൃത്തികൾ, their own works, ഇതെല്ലാം സൗരഭ്യവാസനയായി ബാക്കി വെച്ചിട്ട് അവർ കടന്നുപോയി. remaining everything as a sweet fragrance, they parted from this world. കർത്താവിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ എന്തിനു പ്രതീക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നു? We who focus on consecrate and lead this kind of life, why? ഞങ്ങൾ മരിക്കുമ്പോൾ ഒരു ഭാര്യയെയും 5 മക്കളെയും ബാക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയല്ല ഞങ്ങളുടെ ഉദ്ദേശ്യം. It is not our purpose to remain 5 and a wife as we part away from this world. അല്ലെങ്കിൽ സഹോദരിമാരെ ഒരു പുരുഷനെയും ഒരു മക്കളെയും സമ്പാദ്യം ബാക്കി വെച്ചു പോകാനല്ല. It is not simply making alone a man. ഞങ്ങൾ ലോകത്തിലെ കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ചിട്ട് സ്വന്തമായതും ബന്ധമായതിനെ വിട്ട് സ്വന്തമായി എല്ലാം വിട്ട് ഞങ്ങൾ ബാക്കി വയ്ക്കുവാൻ സൗരഭ്യവാസന മാത്രമായിരിക്കണം എന്ന ആശയോടുകൂടെയാണ്. We have forsaken our married life, we have forsaken everything, we can despise and dispose of everything, whereby when we live away from this world we must become the sweetest. പെന്തക്കോസ്ത് മിഷനിലെ ഒരു ശുശ്രൂഷകൻ മരിക്കുമ്പോൾ walk in the Pentecost mission at the time of death, വീടും തോട്ടവും അവന് വേണ്ടി ബാക്കിയില്ല. and there's no remaining of garden house for ബാങ്കിൽ him. ബാലൻസ് ബാക്കിയില്ല. There's no bank balance, ഒരു കുടുംബാംഗങ്ങൾ അവർ ബാക്കിയില്ല. no family members remain, സ്വന്തം ബന്ധങ്ങളൊന്നും ബാക്കിയില്ല. no kith and kin remaining. അവൻ ബാക്കി വെക്കുന്നത് സൗരഭ്യവാസനമാണ്. The remnant is only the sweet savor. അവന്റെ ജീവിതം പാനീയാഗമായി യാഗപീഠത്തിൽ ഒഴിക്കപ്പെട്ട് കഴിഞ്ഞു. His life is poured as a drink offering upon the altar. കാണുവാൻ മിച്ചമായിട്ടൊന്നുമില്ല. There is nothing remaining. ആസ്വദിപ്പാൻ സൗരഭ്യവാസന മാത്രം. Only the fragrance is to that to be മനുഷ്യർക്കും enjoyed. ദൈവത്തിന് സൗരഭ്യവാസനയായ പാനീയാഗമായി തീരുന്നു. A drink offering that is so the for man and God, the sweet നീ ഒരു savor. വിശ്വാസിയായിരുന്നാലും ശുശ്രൂഷകനായിരുന്നാലും If you are a worker or a believer, നിന്റെ ഹൃദയം പുതിയതുരുത്തിയായി തീരുന്നില്ലെങ്കിൽ, if your heart is not new, നിന്റെ ശുശ്രൂഷ ഒരു പാനീയാഗമായി സൗരഭ്യവാസന മാത്രം ബാക്കി വെക്കുന്നതായി മാറുകയില്ല. your ministry, your activities will not remain as the work whereby sweet savor is a result. ഓ ദൈവം നമ്മൾ എങ്ങനെ ആക്കി തീർക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. The Lord has chosen us not to make us so. ഒരു കാര്യം നാം എങ്ങനെയായിരുന്നു? Once upon a time, how do you become so? യേശു കാനാവിലെ കല്യാണ വീട്ടിൽ പോയി. Jesus went to the matrimonial house of അവിടെ Cana. വീഞ്ഞ് തീർന്നു പോയി. There was a shortage of wine. അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. The Lord converted water into wine. യോഹന്നാൻ 2:9. John chapter 2 the 9th വെള്ളം verse. എന്ന രുചിയും നിറവും ഇല്ലാത്തത്, And the water does not have its own color and taste. വീഞ്ഞോ നിറവും രുചിയും ഗുണവും ഉള്ളത്. Wine has got the quality, taste and color. ഒരു കാലത്ത് ഒരു നിറവും ഗുണമില്ലാത്ത മനുഷ്യരായിരുന്നു നമ്മൾ. Once upon a time, we did not have any color or taste. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിറവും ഒരു ഗുണവും ഒരു മണവും ഇല്ലാത്തവനായിരുന്നു. We, particularly me, I did not have any kind of color, quality or എന്നെ കൊണ്ട് taste. മനുഷ്യന് ഉപദ്രവമല്ലാതോ യാതൊരു ഉപകാരവും ഉണ്ടായിരുന്നില്ല. I became a source of disturbance to others. I was not helpful to others. ദുഃഖമല്ലാതെ ആശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. I was a source of agony, not comfort. നഷ്ടമല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. I was created losses, no gain. നമ്മൾ അനേകരും അങ്ങനെയായിരുന്നിരിക്കാം. Most of us might have become നമ്മുടെ so. ജീവിതത്തെ നിറവും മണവും ഗുണവുമുള്ള ഒരു വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു. But the Lord is converted our life as a wine with a taste, color and quality. ഈ വീഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. But this wine has got a ആദ്യം significance. കൊടുത്ത വീഞ്ഞിനേക്കാൾ നല്ല വീഞ്ഞാണ് ഒടുവിൽ This is more വന്നിരിക്കുന്നത്. delicious than the one supplied first. ഇത് നമ്മുടെ ജീവിതത്തിന് അന്ത്യഭാഗം ആദ്യേക്കാൾ വിശേഷിക്കപ്പെട്ടതായിരിക്കണം എന്നതിനെ കാണിക്കുകയാണ്. The last passage of our life should be more delicious than the first phase. പ്രിയ വിശ്വാസിയെ, Beloved believer, നിന്റെ അന്ത്യഭാഗം ആദ്യേക്കാൾ നന്നായിരിക്കുമോ? will your second latter phase be better than the first one? അങ്ങനെയായി തീരുമെങ്കിൽ നിന്റെ ജീവിതം ഒരു പാനീയാഗം തന്നെയാണ്. If that being so, your life will become a drink offering. ഈ വീഞ്ഞ് എന്നത് അത് ജയാളികൾക്കുള്ള ഒരു ഉപഹാരമാണ്. Again, this wine is a memento for the overcomers. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം Book of Revelation chapter 14, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ verse number 17. അവിടെ അബ്രഹാം യുദ്ധം ജയിച്ച് മടങ്ങി വരുന്നതായി നമ്മൾ കാണുകയാണ്. Read, Abraham came back after the battle. അത് യുദ്ധം ജയിച്ച് മടങ്ങി വന്നതായ അബ്രഹാമിനെ എതിരേറ്റുകൊണ്ട് Anticipating this Abraham coming after the battle. ശാലരാജാവായ മൽക്കിസേദെക്ക് ചെന്നിട്ട് അവന് അപ്പവും വീഞ്ഞും കൊടുത്തു. This Melchizedek, the king of Salom, he went there and gave him this wine and bread. ഈ മൽക്കിസേദെക്ക് പരിശുദ്ധാത്മാവിന്റെ നിഴൽ. This Melchizedek typifies Holy ഈ Spirit. പരിശുദ്ധാത്മാവ് വീഞ്ഞ് ആർക്കാണ് കൊടുത്തത്? To whom this wine was given, that is the Holy Spirit was യുദ്ധം given. ജയിച്ച് വന്നതായ അബ്രഹാമിന്, Abraham who conquered in the battle. അല്ലെങ്കിൽ ഈ പുതുവീഞ്ഞ് എന്നത് ജയാളിയായ വിശുദ്ധന്മാർക്ക്
ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങളെയും കൂടെ കാണിക്കുകയാണ്. In other words, this new wine shows the reward the Lord gives to the overcomers. ദൈവം നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്നത് ജയാളികളായി തീരുവാൻ വേണ്ടിയാകുന്നു. The Lord has elected each one of us in order to become victors. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ, ശോധനകൾ വരാം. Trials and temptations may encounter our life. പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാം. Temptations and battles may strive our life. അപ്പോൾ എന്നാൽ ആ പോരാട്ടങ്ങൾ, യുദ്ധങ്ങളിലും നമ്മൾ ജയമെടുക്കണം. Meantime, during the course of trials and temptations, we must അങ്ങനെ നാം overcome. ജയാളികളായി തീരുമെങ്കിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് അതേ നമുക്ക് ഉപഹാരമായി വന്ന് നമ്മളെ എതിരേറ്റ് ആദരിക്കും. Thus, if we are the overcomers, the Spirit of God shall come and receive us. നമ്മളെ ആദരിപ്പാനായി അവൻ കൊണ്ടുവരുന്നതായ സാധനം എന്താണ്? What is the thing that He comes in order to present and receive us? വീഞ്ഞ്. It is wine. ഈ ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ എന്തിനെ കാണിക്കുന്നു? What do these presentations show? വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ Book of Revelation chapter 2 and 3. ജയാളികൾക്ക് മെഡലായിട്ടോ ഉപഹാരമായിട്ടോ കൊടുക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. We are able to read of the things which are given to the overcomers as memento or medal. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, The 7th verse of 2nd chapter, 11-ാം വാക്യം, 11th verse, 17-ാം വാക്യം, verse number 17, 26-ാം വാക്യം, 26, 3-ാം അധ്യായത്തിന്റെ chapter 3, 6-ാം വാക്യം, 6th verse, 13-ാം വാക്യം, 13, 21-ാമത്തെ വാക്യം. again the 21st verse. 7 കാര്യങ്ങൾ അവിടെ പരാമർശിച്ചിരിക്കുന്നു. 7 things are detailed out there. ജയിക്കുന്നവനെന്ന് പറഞ്ഞ് അവനെ ആദരിപ്പാനായി കൊടുക്കുന്ന എന്തെല്ലാം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Repeatedly it is said, the overcomer, the victor, he who overcomes, and the reward that shall be given to him are mentioned there. അതിന്റെ തുടക്കത്തിൽ കാണും ജീവവൃക്ഷത്തിന് ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ്. The introductory part we read that he shall give the fruit to the living tree. ഇതാണ് ആദാമിനും ഹവ്വയ്ക്കും ലഭിക്കാൻ നിഷേധിക്കപ്പെട്ടതായ സംഗതി. That was the reward denied to Adam and Eve. പാപം ചെയ്തതിനാൽ അവർക്ക് ജീവവൃക്ഷത്തിന് ഫലം വിലക്കപ്പെട്ടു. As they committed sin, the fruit of the tree of life was taboo. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. They were cast into the garden of Eden. എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു ലോകത്തിലേക്ക് But വന്നു. in order to redeem man, Jesus came to this കാൽവരിയിൽ world. അവന്റെ രക്തം മനുഷ്യവർഗത്തിന് വേണ്ടി ചൊരിഞ്ഞു. On the cross of Calvary, he sacrificed his blood for mankind. രക്തത്താൽ മനുഷ്യനെ വീണ്ടെടുത്തു. By his blood, he അവനെ redeemed man. പരിശുദ്ധാത്മാവിനെ നിറച്ചു. He filled him with the Holy അവന്റെ Spirit. വിശുദ്ധിയുള്ളതിനും പൂർണ്ണതയ്ക്കും വേണ്ട ഉപദേശങ്ങൾ അവന് കൊടുത്തു. He gave him the truth for his sanctification and അപ്പോസ്തലന്മാരെ perfection. അപ്പോസ്തല ഉപദേശങ്ങളും കൊടുത്തു. He has given apostles and apostolic doctrines. അപ്പോസ്തലിക സഭയുടെ ഐക്യതയും കൊടുത്തു. The Lord has given the fellowship of the apostolic church. പടിപടിയായി ജയാളിയായി മാറ്റുകയാണ്. Gradually, step by step, he is converted to be the കേവലം overcomer. ജയാളിയല്ല, പൂർണ്ണ ജയാളിയാക്കി മാറ്റുകയാണ്. Not simply an ordinary overcomer, but an absolute അങ്ങനെ overcomer. അവൻ ജയിക്കുന്നതിനനുസരിച്ച് ഓരോ പ്രതിഫലങ്ങളെ അവന് കൊടുക്കുന്നു. According to his overcoming status, he is giving rich reward. ഏഴാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? The seventh reward mentioned is വെളിപ്പാട് 3:21. Revelation 3:21. ജയിക്കുന്ന ഞാൻ എന്നോടൊരു സിംഹാസനം ഇരിപ്പാനായി വരാം. He shall be granted to sit with me in my own throne. ജയാളികളെ ആദരിക്കുന്നവനായൊരു ദൈവം. Ours is a God who honors the overcomer. ആർക്കാണ് ജയാളികളായി തീരാൻ കഴിയുക? Who can become the overcomer? ആർക്കാണ് ഈ വീഞ്ഞ് ലഭിക്കുക? Who can find this wine? ആർക്കാണ് ആദരവെല്ലാം ലഭിക്കുക? Who can have this honor? പുതിയ ധൈര്യമുള്ളവർക്ക് മാത്രം. Those who have the new bottle. മുഴങ്കാലമടക്കാം. Let us kneel down. കണ്ണുകളടയ്ക്കാം. Let us close our eyes. തലകളെ വണക്കാം. Let us bow down. നമ്മളെ തന്നെ ശോധന ചെയ്യാം. Let us examine ourselves. ഞാൻ ഇന്നൊരു പുതിയ ദുരിതയായിരിക്കും. Today, will I become a new bottle? പഴയ ദുരിതയിൽ പുതിയ വീഞ്ഞ് പകരുവാൻ സാധ്യമല്ല. In the old bottle, there's no question of pouring new wine. പകർന്നാൽ തുരുത്തി നശിച്ചു പോകും, വീഞ്ഞും നഷ്ടപ്പെട്ടു പോകും. If the wine is poured, wine will be spilled, and എന്നാൽ the water will be പുതിയ വീഞ്ഞ് lost. പുതിയ തുരുത്തിയിൽ പകർന്നു വയ്ക്കും, സുരക്ഷിതമായിരിക്കും. If the new wine is poured in the new bottle, it shall be preserved. നമ്മുടെ ദൈവം നമ്മുടെ മേൽ പകരുന്ന അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കേണ്ടതിനായി പുതിയ തുരുത്തിയായി നമുക്ക് കാണപ്പെടാം. Not to preserve all the blessings that the Lord can shed abroad in our heart, let's become the new bottle. പ്രത്യേകിച്ച് കർത്തൃ യേശുവോടുള്ള ബന്ധത്തെ നമ്മളത്തിൽ ഒന്നും കൂടി ആരാഞ്ഞു നോക്കാം. Particularly for this communion, let us re-examine our life. ഒരു പുതിയ തുരുത്തിയായി പുതിയ വീഞ്ഞിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. Let us count us to become the new bottle in order to have the new wine, that is new blessings. ജയമെടുത്ത വീരരോ പ്രാപിക്കും സിംഹാസനം, താതനിൻ സിംഹാസനത്തിൽ ഇരുന്നിടുന്ന സുരനെ പോ. ജയമെടുത്ത വീരരോ പ്രാപിക്കും സിംഹാസനം, താതനിൻ സിംഹാസനത്തിൽ ഇരുന്നിടുന്ന സുരനെ പോ. നല്ല പോർ പൊരുതിടാം, ഓട്ടവും തികച്ചിടാം, നീതിയിൻ കിരീടവും നാം പ്രാപിക്കും. നല്ല പോർ പൊരുതിടാം, ഓട്ടവും തികച്ചിടാം, നീതിയിൻ കിരീടവും നാം പ്രാപിക്കും. ജയമെടുത്ത വീരരും പ്രാപിക്കും
ആമേൻ, പ്രാപിക്കും ആമേൻ, സിംഹാസനം താതനിൻ ഹല്ലേലൂയ. ഓ, പുതിയതൊരുക്കി ആക്കണമേ, പുതിയതൊരുക്കി ആക്കണമേ, ഇയാളെ ആക്കണമേ, ശുദ്ധീകരിക്കണമേ, ഗുണപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആമേൻ. നല്ല ജീവകിരീടത്തിനും സിംഹാസനത്തിനും യോഗ്യനാക്കി മാറ്റണമേ. നല്ല